നമസ്കാരം. ഇന്ത്യ തേടുന്ന ഭീകരപ്രവർത്തകനും വിദ്വേഷ പ്രഭാഷകനുമായ സാക്കിർ അബ്ദുൽ കരീം നായിക്കിനെ സജീവ പ്രവർത്തകർ കേരളത്തിലും സജീവമാണ്. ഭീകര പ്രവർത്തനത്തിന് വേണ്ടി മതമാറ്റ പ്രവർത്തനത്തിന് വേണ്ടിയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും എത്തുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ മറവിലാണ് കൂടുതലും പണം ഇന്ത്യയിലേക്ക് എത്തുന്നത്. കാരുണ്യ പ്രവർത്തകരുടെ മേലങ്കി അണിഞ്ഞി എത്തുന്നവർ മതം മാറ്റത്തിനും തീവ്രവാദത്തിനും പണം ചെലവാക്കുന്നു. ഹവാല ഇടപാടുകളുടെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും ഐഫോണുകളും സ്കാനിംഗ് മിഷനറികൾ എന്നിവയും ഉപകരണങ്ങൾ എത്തിച്ചും മാറ്റി വിറ്റും മറിച്ചു വിറ്റും തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഭൂമി വാങ്ങിച്ചു കൂട്ടുകയും ഉപകരണങ്ങൾ എത്തിച്ചു വിൽക്കുകയും ചെയ്യുന്നു. നിർമ്മാണ പ്രവർത്തനത്തിനും മറ്റു ബിസിനസ്സുകളിലും പണം നിക്ഷേപിക്കുകയും ചെയ്യുന്നത് വ്യാപകമായി വരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് നദുവത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അയ്യലം കടവ് റിസോർട്ടിന് മുൻവശം നടന്ന സമ്മേളനത്തിൽ ചീഫ് ഗസ്റ്റായി വന്നത് തീവ്രവാദികളുടെ നേതാവായിരുന്ന സാക്കിർ നായിക് ആയിരുന്നു. സംസ്ഥാന സമ്മേളനത്തിന് സഹകരണ സംഘം ചെയർമാനായി തിരഞ്ഞെടുത്തതാവട്ടെ കോഴിക്കോട്ടെ തീവ്രവാദ പ്രവർത്തകരുടെ നേതാവായ PK അഹമ്മദിനെയും കളിയത്ത് ഗ്രൂപ്പിന്റെ ചെയർമാൻ നൂർ മുഹമ്മദ് നൂരിഷ എന്നയാളെയും ഹാരിസൺസ് ചെയർമാൻ മുഹമ്മദ് അലിയെ പോലുള്ളവരും സമ്മേളനത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ സക്കീർ നായിക് അബ്ദുൽ കരീം നായിക്കിനെതിരെ നിലനിൽക്കുന്ന കേസുകളെ തുടർന്ന് ഇന്ത്യയുടെ പുറത്ത് താമസിക്കുകയാണ്. ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന്റെ പ്രസിഡന്റും പീസ് TVയുടെ സ്ഥാപകരിലൊരാളുമാണ് സാക്കിർ നായിക്. ഭീകരപ്രവർത്തനത്തിന് പണം നൽകി മതവിദ്വേഷം പരത്തുന്ന പ്രസംഗങ്ങൾ നടത്തി നിയമവിരുദ്ധ രീതിയിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്നീ ആരോപണങ്ങളെ തുടർന്ന് സക്കീർ നായിക് ഇപ്പോൾ ഒളിവിലാണ്. 2016 ഇന്ത്യയിൽ നിന്നും കടന്ന സക്കീർ നായിക് ഇന്ത്യയിൽ പിടിയായി പ്രഖ്യാപിക്കപ്പെട്ടു. പണം വെളുപ്പിക്കൽ കേസ് സക്കീർ നായിക്കിനെ വിട്ടുകിട്ടണമെന്ന് ഇന്റർപോളിന് നൽകിയ അപേക്ഷ പക്ഷേ കുറ്റം നിലനിൽക്കുന്നില്ലെന്ന് കാണിച്ച് തള്ളപ്പെടുകയായിരുന്നു. ക്രിസ്തുമസ് ആശംസകൾ നേരുന്ന മതവിരുദ്ധമാണെന്ന് ഉൾപ്പെടെയുള്ള പല വിവാദ പ്രസ്താവനകളും സക്കീർ നായിക്കിൻ്റെതായിട്ടുണ്ട്. 2016 ജൂലൈ 1-2 തീയതിയിൽ ധാക്കയിൽ നടന്ന ആക്രമണങ്ങൾ പ്രതികളിൽ ഒരാൾ താൻ സക്കീർ നായിക്കിന്റെ അനുയായിയാണെന്നും വെളിപ്പെടുത്തിയതോടെ സാക്കിർ നായിക് ഇന്ത്യൻ പോലീസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി. ബ്രിട്ടൻ കാനഡയും നേരത്തെ തന്നെ സക്കീർ നായിക് തങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കുന്നതിനെ തടഞ്ഞിരുന്നു. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന സംശയത്താൽ മലേഷ്യ ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. وزير السابق وعضو البرلمان في كيرلا وزير الصناعة والتجارة ما شاء الله ما شاء الله ما شاء الله علي الصغير سلام وكان برلمان عضو البرلمان الهندي ايضا مركز ومده طويله هو كان وزيرا للصناعه والتجاره وايضا هو كان وزير الحج والاوقاف يأتي وزير الحالي الان حج وزاره عندنا وزاره الله يبارك.